തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. എന്തൊക്കെ അബദ്ധങ്ങളാ ശ്രീകളെ കാണിച്ചു കൂട്ടുന്നത്. ദേവൂട്ടിയെ പോലീസ് കസ്റ്റഡി വിട്ടുകൊടുക്കാൻ ഒരു കാരണവശാലും പാടില്ലായിരുന്നു. അതിന് ഞാൻ നിർബന്ധിച്ച് പോലീസിനെ കൊണ്ട് അവളെ അറസ്റ്റ് ചെയ്യിപ്പിച്ചൊന്നും അല്ലല്ലോ. അവള് സ്വമേധയാ കുറ്റം ഏറ്റതാ. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു ശ്രീകളെ. അതെന്താ? ദേവൂട്ടിക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്ന് ഞാൻ ഉറപ്പു കൊടുത്തിട്ടാ സന്ദീപ് ബാംഗ്ലൂർക്ക് പോകാൻ തയ്യാറായത്. അതിനിടയിൽ ഇങ്ങനൊരു സംഭവം നടന്നെന്ന് അവൻ അറിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് നമ്മളെല്ലാരും കൂടി പ്ലാൻ ചെയ്ത് ചെയ്യിച്ചാണെന്ന് അവൻ വിചാരിക്കില്ലേ? തമ്പിയേട്ടാ, ദേ ഉള്ളത് പറയാലോ. ആ സ്ത്രീയെ അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങനൊരു ബുദ്ധി പ്രയോഗിച്ചത്. പക്ഷേ അവരെ രക്ഷിക്കാൻ വേണ്ടി ദേവൂട്ടി ആ കുറ്റം ഏറ്റെടുക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്ത് ചെയ്യാനാ? അവള് സ്വയം വരുത്തി വെച്ചതല്ലേ. അതിന്റെ ബലം അവൾ അനുഭവിക്കുകയും ചെയ്യും. നോ, താൻ ഇത്ര സില്ലി ആയിട്ട് കാര്യങ്ങളെ കാണരുത് പ്ലീസ്. ദേവൂട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നറിഞ്ഞാൽ സന്ദീപ് സകല നിയന്ത്രണങ്ങൾ വിട്ട് ഇവിടെ വൻ കലാപം സൃഷ്ടിക്കും. അതിന്റെ പരിസമാപ്തി എന്താണെന്ന് താനൊന്ന് ഊഹിച്ചു നോക്ക്. ദേവൂട്ടിയെ കൊണ്ട് അവൻ ഇവിടം വിടും. അതുമാത്രമല്ല, സന്ദീപ് നമുക്കെതിരെ യുദ്ധം തുടങ്ങുകയും ചെയ്യും. അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് താൻ ഊഹിച്ചിട്ടുണ്ടോ? സകല സ്വത്തും അവന് വിട്ടുകൊടുത്തിട്ട് നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. തമ്പിയുടെ പറഞ്ഞു പറഞ്ഞ് എന്നെയും കൂടി പേടിപ്പിക്കല്ലേ. തമ്പിയേട്ടാ, അവളെ ഒരിക്കലും കൊടുക്കണമെന്ന ചിന്ത എനിക്കില്ലായിരുന്നു. ഇതൊക്കെ അവള് സ്വയം വരുത്തി വെച്ചതല്ലേ. എന്റെ സ്ത്രീകളെ ഇതൊക്കെ ആരോട് പറയാൻ? ഇനിയിപ്പൊ അംബികയെ ഒഴിവാക്കാൻ വേണ്ടി നീ ചെയ്തതാണെങ്കിൽ കൂടി അത് സന്ദീപിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സ്റ്റേഷനിൽ നിന്ന് ആ വനിതാ എസ്ഐയാ വിളിക്കുന്നേ. സ്പീക്കറിലിട്. ഹലോ ഹലോ, ശ്രീകല മേഡം, ഇത് സ്റ്റേഷനിൽ നിന്നാണേ. പറഞ്ഞോളൂ മേഡം. നിങ്ങളുടെ കളവ് പോയ സ്വർണമാല എത്ര പവനാണെന്നാ പറഞ്ഞത്? 5 പവൻ. പക്ഷെ അവിടെ നിന്ന് കണ്ടെടുത്ത തൊണ്ടി മുതല് ഇപ്പൊ ഞങ്ങൾ തൂക്കി നോക്കി. അത് 3.25 പവനേ ഉള്ളല്ലോ. 3.25 പവനോ? അല്ല മേഡം, അത് 5 പവന്റെ മാല തന്നെയാ. സോറി, ഞങ്ങൾ 1-2 പ്രാവശ്യം കൃത്യമായി തൂക്കം നോക്കി. ഇത് കൃത്യം 3.25 പവനേ ഉള്ളൂ. മേഡത്തിന് കണക്ക് തെറ്റിയതൊന്നും അല്ലല്ലോ അല്ലേ? അല്ല മേഡം, എനിക്ക് ഉറപ്പാ. നഷ്ടപ്പെട്ടു പോയത് 5 പവന്റെ സ്വർണ്ണമാല തന്നെയാ. പക്ഷെ തൊണ്ടിയായി കിട്ടിയിരിക്കുന്ന ഈ മാല 3.25 പവനേ ഉള്ളൂ. കൃത്യമായി പറഞ്ഞ 30 ഗ്രാമും 1 ഔൺസും. നിങ്ങൾ എന്തായാലും ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. നഷ്ടപ്പെട്ടത് നിങ്ങൾ ഉദ്ദേശിച്ച മാല തന്നെയാണോന്ന് ഞങ്ങളെ അറിയിക്കുകയും വേണം. ശരി മേഡം. അതെങ്ങനെ 3.25 പവനായി കുറഞ്ഞു? ആ മാല കൃത്യം 5 പവനാ. എനിക്കുറപ്പാ. സുഷമേ, സുഷമേ, സത്യം പറ, നീ ആ മാലയിൽ വല്ല തിരിമറിയും ചെയ്തോ? എന്റെ ഈശ്വര, എന്നെ ഇങ്ങനെ അവിശ്വസിക്കല്ലേ മാഡം. മാഡം തന്ന ഉടനെ തന്നെ ഞാൻ കോഫിയായിട്ട് അവിടേക്ക് പോയില്ലേ? അതിനിടയ്ക്ക് ആ മാലയിൽ നിന്ന് ഞാൻ എന്ത് മാറ്റാനാ? ചേടാ, പിന്നെ എന്തെങ്ങനെ സംഭവിച്ചു? തനിക്ക് ഉറപ്പാണോ അത് 5 പവന്റെ മാല തന്നെയാണെന്ന്? അതേന്നേ, എനിക്ക് നല്ല ഉറപ്പാ തമ്പിയേട്ടാ. ആ മാല 5 പവൻ തന്നെയാ. പിന്നെ അത് എങ്ങനെ 3.25 പവനായി? ഇനി പോലീസുകാരെന്തേലും തിരിമറി കാണിച്ചതാവോ?
1.25 പവൻ മാറ്റിയാ അത്രയ്ക്കും ആയല്ലോ. നീ ഇങ്ങോട്ട് വന്നേ. എന്റെ തമ്പിയേട്ടാ, ദേ ആ മാലയുടെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതെടുത്തത് അവള് തന്നെയാ, ആ ദേവൂട്ടി. ആയിക്കോട്ടെ, എന്നാലും ഇനിയിപ്പൊ തുടരന്വേഷണം വരുമ്പോ നമ്മളൊന്ന് കരുതിയിരിക്കണമല്ലോ. ദേ ഷെൽഫിനകത്തുനിന്ന് തന്റെ ഓർണമെന്റ്സ് ഒന്ന് എടുത്തേ. മിസ്സായത് ആ മാല തന്നെയാണെന്നൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാ. ചെല്ല്. അയ്യോ, തമ്പിയേട്ടാ, ദേ ഈ മാലയാ ഞാൻ അവളെടുത്തെന്ന് പറഞ്ഞത്. പക്ഷേ അതിപ്പോ എന്റെ ഷെൽഫിലുണ്ട്. അപ്പോ തന്റെ മാല മിസ്സായില്ലെന്നാണോ? എങ്കിൽ പിന്നെ ദേവൂട്ടി എടുത്തെന്ന് സമ്മതിച്ച ആ മാലയോ? അങ്ങനൊരു മാല എനിക്കില്ലല്ലോ. തമ്പിയേട്ടാ, ഇതിൽ എന്തോ മറിമായം സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും ശ്രീകളെ? അവക്ക് എന്തോ കുഴപ്പമുണ്ട്. തമ്പിയേട്ടാ, അന്ന് ഞാൻ അവക്ക് ചായ കൊടുക്കാതിരുന്നപ്പോഴേ ഞാൻ കത്തിച്ച സ്റ്റൗവില് പാല് തിളച്ചിട്ടില്ല. ഇപ്പൊ ദേ ഞാൻ നേരിട്ട് സുഷമയെ ഏൽപ്പിച്ച മാല അതേപടി എന്റെ ഷെൽഫിൽ വന്നിരിക്കുന്നു. ഇതെന്താ ഇങ്ങനെ?